ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 പൊതുപരീക്ഷ തജ്വീദുൽ ഖുർആൻ ഫെബ്രുവരി 8 നടത്തിയതിൻ്റെ ചോദ്യപേപ്പറിൽ ഏതൊക്കെ ചോദ്യങ്ങൾ വന്നു എന്ന് ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വോയിസ് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയ ക്ലിയർ ഉള്ള ഒരു ചോദ്യപേപ്പർ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിയിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് അടുത്ത വർഷത്തേക്ക് എക്സാമിന് പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഒന്നാമത് വന്നത് ഹാ ഉൽ ലൊമീറിനെ നീട്ടി ഓതിയതിന് ഉദാഹരണം ഏതാണെന്നാണ്. അപ്പോൾ ഇവിടെ ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, അവിടെയൊക്കെ ഹാ ഉൽ ലൊമീറിന് ശേഷം സുക്കൂന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലഹു ദാഫിർ എന്നതാണ് മൂന്നാമത്തെ ഓപ്ഷനായ ലഹു ദാഫിയ എന്നതാണ് അവിടെ ശരി വരുന്നത്. മുമ്പും ശേഷവും ഹർക്കത്തുകൾ വന്നിട്ടുണ്ട്. ഹർക്കത്ത് വരുമ്പോഴാണ് ഹാ ഉൽ ലൊമീറിനെ നീട്ടേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അടുത്തത് രണ്ടാമത്തത് ലാമിനെ വ്യക്തമായി ഉച്ചരിക്കണം, അതിന് ഉദാഹരണം ഏതാണെന്നാണ്. ലാമിനെ ഉച്ചരിക്കേണ്ടത് കമരിയായ അക്ഷരങ്ങൾക്ക് മുമ്പ് ലാമ് വരുമ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വൽ അസർ എന്ന ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ്. മറ്റേത് വത്തീനിയും വസ്സമായിയാണ്. അപ്പോൾ അവിടെ ഒന്നും ലാമ ഉച്ചരിക്കുന്നില്ല. അപ്പോൾ വൽ അസർ എന്നതാണ് ശരി. അടുത്തത് വാവിനെ തഫീം ചെയ്ത് ഓതിയതിന് ഉദാഹരണം. വാവിനെ തഫീം ചെയ്യണം. അപ്പോൾ തഫീമിൻ്റെ അക്ഷരങ്ങളെ നീട്ടാൻ വരുന്ന വാവായിരിക്കണം അവിടെ. തഫീമിൻ്റെ അക്ഷരത്തെ ഇവിടെ നീട്ടാൻ വരുന്നത് കാലു എന്നതിൽ അലിഫാണ് വരുന്നത്. കാ എന്ന് നീട്ടാൻ തഫീമിൻ്റെ അക്ഷരം. പിന്നെ അതിൽ തർക്കീക്കിൻ്റെ അക്ഷരമായ ലൂ എന്നൊക്കെ വാവിനെ കൊണ്ട് നീട്ടുന്നുണ്ട്, അവിടെ തർക്കീക്കാണ്. അപ്പോൾ അതൊന്നും വേണ്ട. നമുക്ക് തഫീമിൻ്റെ അക്ഷരമായ ഹുസ്സലോത്തിൻ കിള് എന്നതിലെ കൂ എന്ന് നീട്ടുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ്. കൂ അംഫുസക്കും എന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് അവിടെ ശരി അടയാളപ്പെടുത്തേണ്ടത്. അടുത്ത് താബൂ എന്നത് അവിടെ തർക്കീക്കിൻ്റെ അക്ഷരമാണ് ബാ. അപ്പോൾ നമുക്കവിടെ രണ്ടാമത്തെ ഓപ്ഷനായ കൂ അംഫുസക്കും എന്നത് ശരി അടയാളപ്പെടുത്തണം. അടുത്തത് വരുന്നത് റായിനെ തർക്കീക്ക് ചെയ്തതിന് ഉദാഹരണം. അവിടെ റായിനെ തർക്കീക്ക് ചെയ്യുന്നത് റായിന് ഹർക്കത്ത് കസറാകുമ്പോൾ എന്നുള്ള പഠിച്ച ഓപ്ഷനിലെ യുരീദൂന എന്നതാണ്. ബാക്കി എല്ലാത്തിനും അവിടെ റായിന് ഫതഹയും ലൊമ്മയും വരുന്നുണ്ട് അവിടെയൊക്കെ. അപ്പോൾ തഫീമാണ്. അപ്പോൾ യുരീദൂന എന്ന ഒന്നാമത്തെ ഓപ്ഷനാണ് അവിടെ ശരി. അടുത്തത് റസ്മുൽ ഉസ്മാനി നിയമങ്ങളിൽ ഹദഫിന് ഉദാഹരണം. ഇവിടെ അർ റഹ്മാൻ എന്ന് ഒന്നാമത്തെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതാണ് ഹദഫിൻ്റെ ഉദാഹരണം. നമ്മൾ പാഠത്തിൽ പഠിച്ചതും അത് തന്നെയാണ്, അർ റഹ്മാൻ എന്നത്. ലദ്ബഹന്ന എന്നുള്ളത് സിയാദക്കാണ്. അസ്വലാത്ത് എന്ന് വന്നത് ബദിലാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതട്ടെ. അടുത്തത് ഖുർആൻ ഒരു മുസഫിൽ ക്രോഡീകരിക്കാൻ നിർദ്ദേശിച്ച ഖലീഫ ആരാണെന്ന്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഖുർആൻ ഒരു മുസഫിൽ ക്രോഡീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഖുർആൻ്റെ കോപ്പികൾ തയ്യാർ ചെയ്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഇവിടെ നിർദ്ദേശിച്ച ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന ഒന്നാമത്തെ ഓപ്ഷനാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. അടുത്തതിന് മാച്ച് ചെയ്യാനാണ്. അവിടെ യുഅദ്ദിഹി ഇലൈക്ക എന്നതിന് ഹാ ഉൽ ലൊമീറിനെ നീട്ടി ഓതിയാണ്. മുമ്പ് ശേഷം ഹർക്കത്തായത് കാരണം. അപ്പോൾ ഹാഇനെ നീട്ടി ഓതണം എന്ന ഓപ്ഷൻ ഇ ആണ് ഒന്നാമത്തത്. പിന്നെ മിൻഹുൽ വത്തീൻ. അപ്പോൾ അവിടെ മിൻഹുൽ എന്നതിൽ മുമ്പും ശേഷവും സുക്കൂനാണ്. അവിടെ ഹാഇനെ നീട്ടാതെ ഓതണം എന്ന ഓപ്ഷൻ സി. പിന്നെ ജസാഅൻ. അപ്പോൾ എന്തായിരിക്കും അവിടെ? ജസാ എന്ന സായിനെ നീട്ടാൻ അലിഫ്. അപ്പോൾ അവിടെ അലിഫിനെ തർക്കീക്ക് ചെയ്ത് എന്ന ഓപ്ഷൻ എ ആണ് ശരി. അൽ ഖാരിയ എന്നതിലെ കാഫിനെ അലിഫ് കൊണ്ട് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അലിഫിനെ തഫീം ചെയ്ത് ഓതണം എന്ന ഓപ്ഷൻ ബി ആണ് വരുന്നത്. പിന്നെ അവിടെ ഫിസൂർ എന്നതിൽ എന്താണ്? വാവിനെയാണ് സൂ എന്ന വാവിനെ തഫീം ചെയ്യുന്നുണ്ട്. അപ്പോൾ വാവിനെ തഫീം ചെയ്ത് എന്ന ഓപ്ഷൻ ഡി നമുക്കതിൻ്റെ നേരെ എഴുതാം. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. വക്കുർ റബ്ബി
എന്നതിൽ ഡാഷിനെ റായിൽ ഇദ്ഗാം ചെയ്തു. നമ്മൾ മുത്തഖാരിബാനിയിൽ ലാമിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ലാമിനെയാണ് റായിലേക്ക് ഇദ്ഗാം ചെയ്തത്. ലാമ് എന്ന് എഴുതിയാൽ മതി, അവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളത്. അടുത്തത് ഫസ്ബിർ എന്നതിൽ റായിനെ ഡാഷ് ചെയ്ത് ഓതണം എന്നാണ്. ഫസ്ബിർ എന്നതിൽ റായിനെ തർക്കീക്ക് ചെയ്ത് ഓതണം. സാക്കിനായ റാ ആണ്, അതിൻ്റെ മുമ്പ് കസറ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ റായിനെ തർക്കീക്ക് ചെയ്ത് ഓതണം. അടുത്തത് ഷംസിയായ അക്ഷരങ്ങൾ എത്ര എണ്ണമാണ് എന്നാണ്. ഷംസിയായ അക്ഷരങ്ങൾ 14 എണ്ണമാണ്. 14 എന്ന് എഴുതാം. പിന്നെ അവിടെ നെഹ്തിമു എന്നതിലെ കമരിയായ അക്ഷരം ഏതാണെന്നാണ്. നൂന് ഷംസിയാണ്, ഹ കമരിയ, താ ഷംസിയ, മീമ് കമരിയ. അപ്പോൾ ഇവിടെ ഹും മീമും ആണ് കമരിയായ അക്ഷരങ്ങൾ. ഹും മീമും അത് അങ്ങോട്ട് എടുത്ത് എഴുതാം. ബിഹി അഹദ് എന്നതിലെ ഹായിനെ ഡാഷ് ഓതണം. ബിഹി അഹദ് എന്നതിന് മുമ്പ് ശേഷവും ഹർക്കത്താണ്. അപ്പോൾ അവിടെ ഹായിനെ നീട്ടി ഓതണം എന്ന് എഴുതാം. അപ്പോൾ അവിടെ ബിഹി എന്നതിൽ ശേഷം ഹംസ വന്നത് കൊണ്ട് അവിടെ മുൻഫസിലോടെ ഓതണം എന്നും എഴുതാം. അപ്പം അത് എഴുതിയാലും അവിടെ നീട്ടിയാണ് ഓതുന്നത്, മനസ്സിലാക്കുക. അടുത്തതെന്താണ്? റായിൻ്റെ ഹർക്കത്ത് ഡാഷ് ആയാൽ റായിനെ തർക്കീക്ക് ചെയ്യണം. റായിൻ്റെ ഹർക്കത്ത് കസറായാൽ എന്ന് എഴുതാം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഇല്ലൊലംതും എന്നതിൽ ഏത് അക്ഷരത്തെയാണ് ഇദ്ഗാം ചെയ്തത്? ഇല്ലൊലംതും എന്നതിൽ ദാലിനെ ലോയിലേക്കാണ് ഇദ്ഗാം ചെയ്തത്. അടുത്ത സക്കാത്ത് എന്നതിൽ റസ്മുൽ ഉസ്മാനിയുടെ നിയമം ഏത്? സക്കാത്ത്. അപ്പോൾ അവിടെ എന്താണ്? ബദലിന് ഉദാഹരണമാണ്. റസ്മുൽ ഉസ്മാനിയിലെ ബദലിൻ്റെ നിയമമാണത്. അപ്പോൾ അവിടെ ബദലെന്ന് എഴുതാം. അടുത്തതാ റായിനെ തഫീം ചെയ്യേണ്ട സന്ദർഭങ്ങൾ എത്ര? തഫീം ചെയ്യേണ്ട സന്ദർഭങ്ങൾ 5 തഫീം ചെയ്യേണ്ട സന്ദർഭങ്ങൾ 5. അടുത്തത് കസമുൻ എന്നതിൽ ഷംസിയായ അക്ഷരം ഏത്? കസമുൻ എന്നതിൽ ഷംസിയായ അക്ഷരം സീന് മാത്രമേ ഉള്ളൂ. ഖാഫും മീമും കമരിയായ അക്ഷരമാണ്. ഇനി അതിൻ്റെ താഴെ കമരിയായ 2 അക്ഷരങ്ങൾ എഴുതുക എന്നുണ്ട്. അപ്പോൾ മേലെ കണ്ട 2 ഖാഫും മീമും അവിടെയൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ 14 അക്ഷരം ഉണ്ട് കമരിയായ അക്ഷരങ്ങൾ, അതിൽ നിന്ന് ഏതെങ്കിലും 2 അക്ഷരം എഴുതാം. അടുത്ത ഇനി ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതിയതിന് ഉദാഹരണം. ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതിയതിന് ഉദാഹരണം നമ്മൾ ഫസ്റ്റ് പേജിലൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ വന്നതുണ്ട് അല്ലേ? ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതിയതിന്. അപ്പോൾ അവിടെ മുമ്പോ ശേഷമോ സുക്കൂന് വരുന്ന ഏതെങ്കിലും ഉദാഹരണം, ലഹുൽ മുൽക്ക്, അത് ഏതെങ്കിലും എഴുതിയാൽ മതി. അടുത്തത് ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഇദ്ഗാം എന്നാൽ എന്താണ് ഇദ്ഗാം എന്നാൽ? സാക്കിനായ ഒരക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ് ചെയ്ത് ഓതുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. അടുത്തത് ഖുർആൻ ക്രോഡീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആരോട്? അപ്പോൾ അവിടെ ആവശ്യപ്പെട്ടതാണ് ചോദിച്ചത്. ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഖുർആൻ ക്രോഡീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ആരോടാണ് ആവശ്യപ്പെട്ടത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് അങ്ങനെ എഴുതിയാൽ മതി, കാരണങ്ങളൊന്നും എഴുതണ്ട. ആരോടാണ് ആവശ്യപ്പെട്ടത് എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. അടുത്തത് ഹംസയുടെ വ്യത്യസ്തമായ 4 എഴുത്ത് രീതികൾക്ക് ഓരോ ഉദാഹരണം എഴുതാനാണ്. അപ്പോൾ നമ്മൾ ഹംസയുടെ വ്യത്യസ്ത എഴുത്ത് രീതികൾ റസ്മുൽ ഉസ്മാനിൻ്റെ ഇതിൽ പഠിച്ചിട്ടുണ്ട്. ഇത് അന്തർ, മുഅജ്ജലൻ, ഫിഅത്തുൻ, സമാഉൻ എന്നൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് അത് തന്നെ എഴുതണമെന്നില്ല. മാഅൻ, ബിറുൻ, അന്തിർ കൗമക്ക അങ്ങനെയൊക്കെ വരുന്നതുണ്ട്. അപ്പോൾ അത് വ്യത്യസ്ത രീതിയിൽ വരുന്നത് എഴുതാനാണ്. അടുത്തതാ അൽ മസീർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്യണം. കാരണം എന്ത്? മസീർ എന്നതിലെ
സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. അതാണ് അവിടെ കാരണം. സുക്കൂനുള്ള യാ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെ മദ്ദക്ഷരമായ യാ ആണ്. സുക്കൂൻ അവിടെ കാണുന്നില്ല. അപ്പോൾ അവിടെ നമ്മളവിടെ സുക്കൂനുള്ള ഒരക്ഷരം തന്നെയാണ്, ഹർക്കത്തുകളൊന്നും ഇല്ലാത്തൊരക്ഷരം വരുമ്പോൾ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെന്താണ് അടുത്തത്? വാവിനെ തഫീം ചെയ്യണം എപ്പോൾ എന്നാണ്. വാവിനെ തഫീം ചെയ്യേണ്ടത് എപ്പോഴാണ്? തഫീമിൻ്റെ അക്ഷരങ്ങളെ നീട്ടാൻ വരുമ്പോഴാണ് വാവിനെ തഫീം ചെയ്യേണ്ടത്. വാവിനെ തഫീം ചെയ്യേണ്ടത് തഫീമിൻ്റെ അക്ഷരങ്ങളെ നീട്ടാൻ വരുമ്പോഴാണ്. ഇനി ഷംസിയായ ഹർഫുകളിൽ നിന്ന് 4 എഴുതാനാണ്. ഷംസിയായ ഹർഫുകളിൽ നിന്ന് 4, 14 ഹർഫുകളുണ്ട്. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് എഴുതാം. സീന്, ഷീന്, സോദ്, ലോദ്, തോ, ലോ, ഏത് വേണമെങ്കിലും എഴുതാം. പിന്നെന്താണ് അടുത്ത ചോദ്യം? ഹാ ഉൽ ലമീറിനെ ഒരു അലിഫിൻ്റെ ഖദർ നീട്ടി ഓതണം എപ്പോൾ? ഹാ ഉൽ ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുകളുണ്ടെങ്കിൽ ഹാ ഉൽ ലമീറിനെ ഒരു അലിഫിൻ്റെ ഖദർ നീട്ടി ഓതണം. അത്ര എഴുതിയാൽ മതി. ഇനി അവിടെ ഒരു കുറിപ്പ് എഴുതാനാണ്. ഹാ ഉൽ ലമീറിനെ കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഹാ ഉൽ ലമീറിൻ്റെ 2 പാഠഭാഗങ്ങളുണ്ടായിരുന്നു. ആ 2ഉം കൂടി ചേർത്ത് നമുക്ക് ഹാ ഉൽ ലമീറിനെ കുറിച്ചിട്ട് അവിടെ എഴുതിയാൽ മതി. ഹാ ഉൽ ലമീറിനെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ആ ഹാ ഉൽ ലമീറിനെ ഒരു അലിഫിൻ്റെ ഖദർ നീട്ടി ഓതണം. ഹാ ഉൽ ലമീറിന് ശേഷം ഹംസയാണ് വന്നതെങ്കിൽ ആ ഹാ ഉൽ ലമീറിനെ മദ് മുൻഫസിലോട് കൂടി ഓതണം. അവിടെ മദ് മുൻഫസിലാണ് വരുന്നത്. അവിടെ മദ് മുൻഫസിലിൻ്റെ വിധി ബാധകമാണ്. അങ്ങനെ എഴുതാം. പിന്നെ ഹാ ഉൽ ലമീറിന് മുമ്പും ശേഷവും, ഹാ ഉൽ ലമീറിന് മുമ്പോ ശേഷമോ സുക്കൂനുണ്ടെങ്കിൽ ആ ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതണം. അതിനൊക്കെ ഓരോ ഉദാഹരണങ്ങൾ ലഹുൽ മുൽക്ക്, യുഅദ്ദിഹി ഇലൈക എന്നൊക്കെ എഴുതി അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ എഴുതി ചേർക്കാവുന്നതാണ്. പിന്നെ 5 വരിയിൽ കുറയാതെ എഴുതാമെന്നത് റസ്മുൽ ഉസ്മാനിയെക്കുറിച്ചാണ്. നമ്മൾ അവസാനത്തെ പാടല്ലേ, അപ്പം അതുപോലെ എഴുതി വെച്ചാൽ മതി. പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബിയാണെങ്കിലും സാധാരണ അറബിയിലെ പൊതു നിയമത്തിന് വ്യത്യസ്തമായിട്ടാണ് ഖുർആനിലെ പല പദങ്ങളും എഴുതുന്നത്. ഈ എഴുത്ത് രീതിക്കാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നത്. ഈ എഴുത്ത് രീതിക്ക് വിരുദ്ധമായി ഖുർആൻ എഴുതാൻ പാടില്ല. റസ്മുൽ ഉസ്മാനിയിലെ പ്രധാനമായിട്ട് 6 നിയമങ്ങളുണ്ട്. ഹദഫ്, അക്ഷരങ്ങൾ ഒഴിവാക്കലാണ്. ചില പദങ്ങളിൽ ചില അക്ഷരങ്ങൾ ഒഴിവാക്കിയാണ് ഖുർആനിൽ എഴുതിയിട്ടുള്ളത്. വേണമെങ്കിൽ റഹ്മാൻ എന്നൊക്കെ ഉദാഹരണം ചേർക്കാം. പിന്നെ അതുപോലെ സിയാദ, അക്ഷരത്തെ കൂടുതലാക്കൽ. സാധാരണ എഴുത്തിൽ കാണാത്ത അക്ഷരങ്ങൾ ചില പദങ്ങളിൽ എഴുതിയിട്ടുണ്ടാകും. അതിന് ഉദാഹരണം എഴുതാ. പിന്നെ ബദൽ, ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. സ്വലാത്ത്, അതുപോലെ ഹംസയുടെ വ്യത്യസ്തമായ എഴുത്ത് രീതി. വസ്ല്, പിരിച്ചെഴുതിയ കലിമത്തിനെ ചേർത്തെഴുതിയതിനെ പിരിച്ചെഴുതൽ. ഫസ്ല്, മാഫി കിറാത്താനി ഫക്കുത്തിബ ബിഹ്ദാഹുമ. മാലിക്കി, മലിക്കി എന്ന് 2 വിധം കിറാത്തുള്ള പദങ്ങൾ ഒരു കിറാത്ത് പ്രകാരം എഴുതൽ. അപ്പോൾ ഇത്രയൊക്കെ എഴുതി റസ്മുൽ ഉസ്മാനിയെ കുറിച്ചിട്ടും അവിടെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. 5 വരിയിൽ കുറയാതെ എഴുതാം. അപ്പോൾ ഇത്രയാണ് തജ്വീദ് ഖുർആൻ ചോദ്യപേപ്പറിൽ വന്നത്. ഇനി എന്തെങ്കിലും പറഞ്ഞത് മാറിപ്പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഇതൊന്നും ഞാൻ കേൾക്കൊന്നും എഡിറ്റൊന്നും ചെയ്യുന്നില്ല, അതേപോലെ അപ്ലോഡ് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ സമയക്കുറവാണ് എല്ലാത്തിനും കാരണം. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അറിയിക്കണം. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.